Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. ഇത് സൂപ്പർ ക്രീമിയും സൂപ്പർ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു കടായി എടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ക്യൂബ് ബട്ടറും ചേർത്ത് ഒന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ സവാളയും 5 ഗ്രാമ്പൂവും 2 ഏലക്കയും 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായി സോട്ട് ചെയ്യുക. സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ 3 ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് ഒരു 20 കാഷ്യൂനട്ട് ചേർത്ത് വീണ്ടും നന്നായി സോട്ട് ചെയ്യുക. സോട്ട് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് തക്കാളിയൊക്കെ വെന്തുടയുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു ബ്ലെൻഡർ എടുത്ത് അതിലേക്ക് ഈ സവാളയും തക്കാളിയുടെയും കൂട്ട് ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും അതേ കടായി എടുത്ത് അതിലേക്ക് 1 ക്യൂബ് ബട്ടറും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു ബേ ലീഫും 1 പച്ചമുളകും ഒരു ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് നന്നായി സോട്ട് ചെയ്യുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇളക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഇളക്കുക. പച്ചമണമൊക്കെ മാറി അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നു. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് പനീർ ക്യൂബ്സ് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ 200 ഗ്രാം പനീറാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് മെല്ലെ ഈ കറിയായിട്ട് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇത് വെജിറ്റേറിയൻസിനൊക്കെ ഒരു എസെൻഷ്യൽ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. കാരണം ഇതിൽ പനീർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല വെജിറ്റേറിയൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് ഇത് മിക്സ് ചെയ്യുക. ഈ കറിയുടെ ഫ്ലേവർ അസാധ്യ ഫ്ലേവറാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഏത് ഇന്ത്യൻ ബ്രെഡിൻ്റെ കൂടെയും ട്രൈ ആവുന്നതാണ്. ലൈക്ക് റോട്ടി, നാൻ, ചപ്പാത്തി, അതല്ലെങ്കിൽ പുലാവ്, ജീര റൈസ്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.